പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതുവിനെ ചതിച്ചത് മറ്റാരുമല്ല വരുൺ തന്നെയാണ് എന്നുള്ള കാര്യം പുറത്തായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ഇതേ തുടർന്ന് വരുണിനോട് ഇതുപോലുള്ള ചതിയുമായി ഇനിയും വന്നേക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് കമ്പനി കാര്യങ്ങളിൽ ഇനി നീ ഇടപെടേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നിന്റെ ചതി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇനി വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദ്. ഈ കാര്യം അറിയുന്ന രാധികാമ്മ, ഇങ്ങനെയൊരു ചതി ഞാൻ നിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കാര്യം നീ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയും, കാര്യങ്ങൾ എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിരുന്നേനെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുകയില്ല. ഇതിനെല്ലാം കാരണം നിന്റെ പൊട്ടത്തരം തന്നെയാണ്. ഇത് കേൾക്കുന്ന വരുൺ, ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്ന് കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ഇനിയുള്ളത്? അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവമായി നീക്കുകയാണ് ഇനിയും വേണ്ടത്. രാധികാമ്മ, അധികം സന്തോഷിക്കേണ്ട എന്നും ഞാൻ കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള കാര്യവും ഉറപ്പിച്ചു പറയുന്ന വരുണിനോട്, ഇനി നീ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യരുത്. കാര്യങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും എടുത്തു ചാടി കാണിച്ചാൽ അത് വീണ്ടും തിരിച്ചടിയായി മാറുകയേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മാത്രം മതി. ആവശ്യമില്ലാതെ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശവും രാധികാമ്മ നൽകിയതിനെ തുടർന്ന് ഒടുവിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് വരുൺ ആലോചിക്കുന്നു. വരുൺ എല്ലാ സത്യവും വിളിച്ചു പറയണം എന്ന് ഇതേ സമയം വരുണിന്റെ ഭാര്യ വരുണിനോട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ മൂടിവെച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. സത്യങ്ങൾ നിങ്ങൾ തന്നെ വെളിപ്പെടുത്തണം. നിങ്ങൾ ഒരു ചതിയനല്ല എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ വ്യക്തമാക്കേണ്ട സമയം ആയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന വരുൺ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് മനസ്സിൽ കരുതുകയും ഇതേ തുടർന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ വരുണിന്റെ ഈ ചതികളെല്ലാം മാറേണ്ട സമയമായി. വരുൺ എന്തുകൊണ്ടാണ് ഇപ്പോഴും മാറാത്തത് എന്ന് ചോദിക്കുകയാണ് വരുണിന്റെ ഭാര്യ. വെറുതെ പ്രശ്നങ്ങൾ ഇങ്ങനെ വലിച്ചു നീക്കരുത്. യഥാർത്ഥ ചതിയെത്തി രാധികാമ്മയാണ് എന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും വരുൺ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഇത് രാധികാമ്മ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതോടെ രാധികാമ്മ പുതിയ നീക്കങ്ങൾ കൊണ്ടുവരികയാണ് മുന്നിലേക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.